ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഐവിയുടെ വീട്ടിൻ്റെ മുന്നിലാണ്. ഗാർഡൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, വെളിയിൽ തന്നെ എത്ര ക്രോട്ടൺസിൻ്റെ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് സൈഡിൽ കൂടെ വെള്ളം വരുന്നതാണ്, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് കൂടെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാം, സൈഡിൽ ഫുൾ പ്ലാന്റ്സ് നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും, അതിൽ ലീവ്സും ഉണ്ട്, ഫ്ലവേഴ്സും ഉണ്ട്, വെരി കളർഫുള്ളായിട്ട്. ഇപ്പോൾ ഇതൊക്കെ പോട്ടഡ് പ്ലാന്റ്സ് ആണ്, ഇങ്ങനെ ഹാങ് ചെയ്തും ഇട്ടിട്ടുണ്ട്. പേരൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ എല്ലാമൊന്നും എനിക്ക് പേരറിയില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ എന്നുള്ളത്. ഇതിപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസസ് ആണ്, കളേർഡ് റോസസ്. പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ, ഈ പച്ചപ്പ് കാണാൻ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിന് നല്ല കുളിർമയാണ്. ഇപ്പോൾ ഇതാ എനിക്ക് ഓരോന്നും പറഞ്ഞു തരികയാണ്, ഓരോ ചെടികളുടെ പേരുകളും എല്ലാം, അതെങ്ങനെയാണ് പ്രൂണിങ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ മുന്തിരിങ്ങ ഗ്രേപ്സിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രേപ്സൊക്കെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ സൈഡിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കുടയും പിടിച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇനിയൊരു പ്ലാന്റ് ഇങ്ങനെ കാണിച്ചു തന്നു. അതിന് ലീവ്സ് ഒന്നും ഇല്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സ്റ്റെമ്മ് പോലെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റാണ് അങ്ങനത്തെ വിത്തൗട്ട് ലീവ്സ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാംഗോ അതുണ്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെയും ഉണ്ട്, അതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. നിറച്ച് നമ്മുടെ കണ്ണിന് ഒരു ഫീസ്റ്റ് തന്നെയാണ്, വിത്ത് ലോട്ട്സ് ഓഫ് പോട്ടഡ് പ്ലാന്റ്സ്, അതും ഡിഫറെൻറ്റ് കളേർഡ് ഓർണമെൻ്റൽ പ്ലാന്റ്സ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതാണ്. അവിടെ കയ്യിലുള്ള ഈ കളക്ഷൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണതെന്നൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടി സ്റ്റാൻഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് കണ്ടില്ലേ, എനിക്ക് കാണിച്ചു തരികയാണെല്ലാം. ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് വരണു ഓരോ പ്ലാന്റ്സിൻ്റെ പേര്. പക്ഷെ എന്തായാലും വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമും ഒക്കെ പറഞ്ഞു തന്നിരുന്നു. കണ്ടില്ലേ, ഇളം പച്ച, ഒരു റോസ് കളറ്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, ക്രീപ്പറിനൊക്കെ വളരാൻ വേണ്ടിയിട്ട്. പിന്നെ റോസ് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുണ്ട്. ഇത് ഒരു കല്യാണ സൗഗന്ധികമാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് പൗഡർ പഫ്, ആ ടൈപ്പ് ഓഫ് ഫ്ലവറാണ്. അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു പഫ് പോലെ തന്നെ. മറ്റേത് കല്യാണ സൗഗന്ധികം, ആ വെള്ള കളറ്. ആ പൗഡർ പഫിൻ്റെ ബഡാണ്, ഇതാണ് ഇങ്ങനെ വലുതായി പൗഡർ പഫ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഈ ഗ്രാസ് പോലത്തെ ചെടികളും ഉണ്ടായിരുന്നു അവിടെ. ഇതെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിപ്പോൾ ഒരു സാൻഡ് പേപ്പർ ടൈപ്പ് പ്ലാന്റാണ്. നമ്മൾ സാൻഡ് പേപ്പർ പോലെ തന്നെയാണ്, റഫാണ് ഈ ലീവ്സ്. നമ്മുടെ സാൻഡ് പേപ്പർ പോലെ തന്നെ ഉരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നല്ല റഫായിട്ടുള്ള ലീവ്സ്. അപ്പോൾ അതാണ് അതിന് സാൻഡ് പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ചെമ്പരത്തി തന്നെ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട്. പിന്നെ ക്യാറ്റ്സ് ക്ലോ, നമ്മുടെ ക്യാറ്റിൻ്റെ ക്ലോ നമ്മുടെ കയ്യിലേക്ക്, ഡ്രസ്സിലേക്ക് പിടിക്കുന്ന പോലെ തന്നെ ഇത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്ന് തങ്ങും. അപ്പോൾ അതാണ് ക്യാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ക്രീപ്പേഴ്സ്, അതിനാണ് ആ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ റംബൂട്ടാൻ്റെ ചെടി, റംബൂട്ടാനൊക്കെ ഇങ്ങനെ പഴുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു.
ഇതും ഒരു ടൈപ്പ് ഓഫ് ബുഷി ലീവ്സൊക്കെ ആയിട്ട്. പിന്നെ എന്താണ് കണ്ണാടി ചെടി എന്നും പറഞ്ഞുകൊണ്ട് അതും കാണിച്ചു തന്നു. ഇതാ കണ്ടില്ലേ റംബൂട്ടാൻ, ഇതാണ് കണ്ണാടി ചെടി എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഡ്രം സ്റ്റിക്ക് പോലെ തന്നെയാണ് ആ പ്ലാന്റ്, നമ്മുടെ മുരിങ്ങക്കോല് പോലെ തന്നെയുണ്ട് അതിനെ കാണാനായിട്ട്. ഇത് നമ്മുടെ ചുവന്ന ചെത്തിപ്പൂവ് അതിൻ്റെയാണ്. പിന്നെ മണി പ്ലാന്റ് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. ഗോൾഡൻ പോത്തോസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഡിഫറെൻറ്റ് കളേർഡ് പ്ലാന്റ്സ് ഇങ്ങനെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇതിപ്പോൾ ഒരു സൈഡ്, പിന്നെ അതാ വൈറ്റ് മുസാൻഡയും ഉണ്ട് ലാസ്റ്റ് ആ എഡ്ജിലായിട്ട്. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ ആ വ്യൂ, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നതും പോട്ടഡ് പ്ലാന്റ്സും ഒക്കെ ആയിട്ട്. പിന്നെയുണ്ട് ഈ സൈഡിലും ഒക്കെ ഉണ്ട് പ്ലാന്റ്സ്. കണ്ടില്ല ഇവിടെയൊക്കെ ഇതൊക്കെ ചിലതൊക്കെ ഇൻഡോർ പ്ലാന്റ്സുമാണ്. പിന്നെ മണി പ്ലാന്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അതും ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഫുൾ ഗ്രീനാണ് ഈ സൈഡിൽ. അതും സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് ആക്ച്വലി ഒരു ഫീസ്റ്റ് തന്നെയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് കാണുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ മനസ്സിനും ഒരു റിഫ്രഷിങ് ആണല്ലോ. ഇതിപ്പോൾ പീസ് ലില്ലിയാണ്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇതിലെ ഫ്ലവേഴ്സ് കണ്ടില്ലേ, നല്ല ഒരു ഓറഞ്ചിഷ് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഐവി എല്ലാത്തിനും പേരൊക്കെ പറഞ്ഞു തന്നു, പക്ഷേ എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇഷ്ടം പോലെ ചെടികളാണ് ഇവിടെ. പോട്ടഡ് പ്ലാന്റ്സ് നിറയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐഡിയയും കിട്ടുമല്ലോ എങ്ങനെയാണ് പ്ലാന്റ്സ്, പോട്ടഡ് പ്ലാന്റ്സ് വയ്ക്കുക എന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. കണ്ട് ഇതൊക്കെ നോക്കൂ, നല്ല കളറായിട്ട് കളർഫുള്ളായിട്ട്. ഈ ലീവ്സ് കണ്ടില്ലേ, സാറ്റിൻ പോലെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണു. എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.